Alhamdulillah, nahmadullah wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. സദഖല്ലാഹുൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, ലോകരക്ഷിതാവായ അല്ലാഹുവിൻ്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ കണിശമായി പാലിക്കണമെന്ന് കർശനമായ സ്വരത്തിൽ ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. പരമദയാലുവായ നാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ കൊച്ചു കൊച്ചു സൂറകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രസരിപ്പിക്കുന്ന വെളിച്ചത്തെ സംബന്ധിച്ചാണ് നാം ചർച്ച ചെയ്തു വന്നത്. ചെറിയ വചനങ്ങളാണെങ്കിലും വലിയ ഉൾക്കാഴ്ചകൾ നൽകി നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മനസ്സിനെ വിശാലമാക്കുകയും ധന്യമാക്കുകയും അവസാനം വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ദൈവിക സൂക്തങ്ങളാണ് ഖുർആനിൻ്റേത്. ചെറിയ സൂറയല്ലേ അറിയാം എന്ന് നിസ്സാരീകരിക്കേണ്ടതില്ല. മനുഷ്യ സമൂഹത്തിന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ്, സമ്മാനമാണ് വിശുദ്ധ ഖുർആൻ. അതിലെ 6234 വചനങ്ങളാണ് മനുഷ്യരാശിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം. ചെറിയ സൂറകൾ ഒരുപക്ഷെ അതിൻ്റെ അർത്ഥം കൊണ്ടും അതിൻ്റെ സാഹിത്യ സൗന്ദര്യം കൊണ്ടും അതിലെ ആശയങ്ങളുടെ ആഴം കൊണ്ടും നമ്മെ പലപ്പോഴും അമ്പരപ്പിക്കുന്ന അധ്യായങ്ങളാണ്. 2 വാക്കുകൾ കൂട്ടിച്ചേർത്ത് മൂന്നാമത് ഒരു നക്ഷത്രമുണ്ടാക്കുന്ന കലാവിദ്യ എന്ന് പറയാറുണ്ട്. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയായി തീരുന്നത് വിശുദ്ധ ഖുർആനിലാണ്. നമുക്കറിയാം, വളരെ ചെറിയ ചില സൂറത്തുകൾ, പക്ഷെ എല്ലാം അതിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതകരമായ ഭാഷയുടെ അമാനുഷികമായ കൈയടക്കം വിശുദ്ധ ഖുർആനിൽ നമ്മൾ കാണുന്നു.
ചിലപ്പോഴൊക്കെ ആളുകൾ ഖുൽ ഹുവല്ലാഹു അല്ലേ എന്ന് പറയാറുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, മദീനത്തെ ഖുബാ പള്ളിയിൽ ഒരു ഇമാം ഉണ്ടായിരുന്നു. അദ്ദേഹം ഏത് ഉറക്കെ ഓതുന്ന എല്ലാ നിസ്കാരങ്ങളിലും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തിരുന്നു. മറ്റൊരു സൂറ പാരായണം ചെയ്താലും അതിനുശേഷം അദ്ദേഹം ഖുൽ ഹുവല്ലാഹു ഓതും. ഒടുവിൽ മഅ്മൂമുകൾ നബിയുടെ സന്നിധിയിൽ പരാതിപ്പെട്ടു. ഒന്നുകിൽ ഇദ്ദേഹം ഖുൽ ഹുവല്ലാഹു ഓതണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൂറ ഓതണം. എന്നും ഏത് നിസ്കാരത്തിനും ഖുൽ ഹുവല്ലാഹു ഓതുന്നത് നിർത്തണം എന്നാണ് അവരുടെ ആവശ്യം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമിനോട് ചോദിച്ചു, എന്തേ താങ്കൾ ഇങ്ങനെ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ അഹദിയത്തിനെ ഇത്ര ഭംഗിയായി പ്രസരിപ്പിക്കുന്ന, ആവിഷ്കരിക്കുന്ന ഒരു അധ്യായം വിശുദ്ധ ഖുർആനിൽ വേറെ ഇല്ലല്ലോ. മഹാനായ ആ സഹാബി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് അത്രമേൽ ഇഷ്ടമാണ് ആ സൂറത്ത്. പ്രവാചകന്റെ പ്രതികരണം, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലക്കൽ ജന്ന, അതിനോടുള്ള നിന്റെ ഈ പ്രത്യേകമായ ഇഷ്ടം നിന്നെ സ്വർഗത്തിലെത്തിച്ചിരിക്കുന്നു എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയുണ്ടായി. വൽ അസ്റിന്റെ ചർച്ചയിൽ മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ലൗലം യുനസ്സിലില്ലാഹു സിവാ ഹാദിഹി സൂറത്തിൽ ലകഫത്തിന്നാസ്. ഈ വൽ അസ്ർ മാത്രമാണ് അല്ലാഹു ഖുർആനിൽ അവതരിപ്പിച്ചിരുന്നതെങ്കിൽ കൂടി മനുഷ്യ സമുദായത്തിന് സന്മാർഗത്തിനത് മതിയാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുന്ന ഈ സന്ദേശങ്ങളുടെ സാരസാകല്യമുണ്ട് ഈ വൽ അസ്ർ എന്ന് പറയുന്ന ചെറിയ അധ്യായത്തിൽ എന്ന്. ഞാൻ സൂചിപ്പിക്കുന്നത് കൊച്ചു സൂറകളല്ലേ, അതുകൊണ്ട് അറിയാം എന്ന് അവഗണിക്കുകയോ നിസ്സാരീകരിക്കുകയോ ചെയ്തുകൂടാ എന്നാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ 3 വചനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു അധ്യായമാണ് ആമുഖത്തിൽ പാരായണം ചെയ്തത്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, നമുക്കൊക്കെ അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദൈവിക സന്മാർഗത്തിന്റെ സന്ദേശവാഹകരായി നിയോഗിച്ച പ്രവാചകന്മാരുടെ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സത്യത്തിന്റെ പ്രബോധനം നിർവഹിച്ച ആദ്യ നാളുകളിൽ എതിരാളികളിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന കഠിനമായ മനോവേദനകളും പ്രശ്നസങ്കീർണതകളുടെയും നടുവിൽ പ്രവാചകന് ആശ്വാസമായി, സാന്ത്വനമായി അല്ലാഹു ഈ സൂറത്ത് അവതരിപ്പിക്കുകയാണ്. അലം നശ്റഹ് പോലെ, വല്ലുഹ പോലെ എതിരാളികളുടെ പീഡനങ്ങളിൽ പൊള്ളുകയായിരുന്ന പ്രവാചകന്റെ ഹൃദയത്തിൽ ആശ്വാസത്തിന്റെ, സാന്ത്വനത്തിന്റെ കുളിർമഴ പെയ്യിക്കുകയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറകളുടെ അവതരണത്തിലൂടെ. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, പ്രവാചകരെ താങ്കൾക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു, താങ്കൾക്ക് നാം ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുടെ ആധിക്യം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഫസല്ലി റബ്ബിക വൻഹർ, രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കൂ, അതുപോലെ താങ്കൾ രക്ഷിതാവിന് വേണ്ടി ബലിയെറുക്കൂ. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, നിന്നോട് വെറുപ്പും വിദ്വേഷവും പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് യഥാർത്ഥത്തിൽ വേരറ്റു പോകാൻ വിധിക്കപ്പെട്ടവർ എന്ന് 3 കൊച്ചു ആയത്തുകളിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിൽ സാന്ത്വനത്തിന്റെ തേന്മഴ പെയ്യിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രവാചകരെ താങ്കൾക്ക് കൗസർ നൽകിയില്ലേ എന്ന് പറയുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് ഒരു ജനതയെ വിളിച്ചുകൊണ്ടിരുന്നപ്പോ അവരെ ഏറ്റവും ഉത്കൃഷ്ടനായ, സത്യസന്ധനും വിശ്വസ്തനുമായിരുന്ന ആ പ്രവാചകനെ എല്ലാ അർത്ഥത്തിലും ദ്രോഹിക്കുകയായിരുന്നു ആ സമൂഹം എന്ന് നമുക്കറിയാം. എന്തുമാത്രമെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായ വേദനകൾ അനുഭവിക്കുന്ന കഠിന ദുഃഖങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ അതുപോലും ആഘോഷിക്കുന്ന പൈശാചികമായ ഒരു പ്രവണതയാണ് ആ സമൂഹം കാണിച്ചത്.
പ്രവാചകന്റെ കൊച്ചുമക്കൾ ഖാസിമും അബ്ദുള്ളയും മരണപ്പെടുമ്പോൾ ആ മരണത്തിൽ സന്തോഷിക്കുകയാണ് പ്രതിയോഗികളായ ഖുറൈശികളുടെ നേതാക്കന്മാർ. അവരന്റെ ദുഃഖത്തെ ആഘോഷമാക്കി തീർക്കുന്ന ഒരു പൈശാചിക സംസ്കാരത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിനെ കീറിമുറിക്കുന്ന ഏറ്റവും വലിയ മാനസിക പീഡനം സമ്മാനിക്കുന്ന അനുഭവങ്ങൾ അവരിൽ നിന്നുണ്ടാകുന്നു. സന്തോഷിക്കുകയായിരുന്നു അവർ. അബൂജഹലുമാരുടെ, അബൂലഹബുമാരുടെ, ഉത്തുബമാരുടെ, ശൈബമാരുടെ, റുക്കുബമാരുടെ സംസ്കാരം വിശുദ്ധ ഖുർആൻ നമുക്ക് കാണിച്ചു തരുന്നു. പ്രവാചകന്റെ കൊച്ചുമക്കൾ മരണപ്പെടുമ്പോൾ ബുത്തിറ മുഹമ്മദും മിന്ന എന്ന് ആഹ്ലാദിക്കുന്ന ഒരു വിഭാഗം, സത്യത്തിലേക്കൊരു ജനതയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഗുണകാംക്ഷിയായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കഠിന ദുഃഖങ്ങളെ, ദുഃഖകരമായ സംഭവങ്ങളെ ആഘോഷിക്കുന്ന, അങ്ങനെ അദ്ദേഹത്തോട് പ്രതികാരം ചെയ്യുന്ന ഒരു മനസ്സ്. ആസിബിന് വായിൽ എന്ന് പറയുന്ന ശത്രുക്കളിലെ പ്രധാനി പറയുകയുണ്ടായി, ഇന്ന മുഹമ്മദൻ അബ്തർ, ഇതാ മുഹമ്മദ് വേരറ്റവനായിരിക്കുന്നു. അതിന് പ്രതികരണമാണ് പടച്ചതമ്പുരാൻ പറയുന്നത്, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്ന്. നിന്നെ വെറുക്കുന്നവനാരോ, നിന്നോട് പകവെച്ചു പുലർത്തുന്നവനാരോ, നിന്റെ ദുഃഖങ്ങളിൽ സന്തോഷിക്കുന്നവനാരോ, അവനാണ് യഥാർത്ഥത്തിൽ കാലം ചെല്ലുമ്പോൾ, ചരിത്രം പിന്നിടുമ്പോൾ വേരറ്റവനായി മാറുക എന്നല്ലാഹു മറുപടി പറയുകയാണ്. ആസിബിന് വായിലുമാർ പറഞ്ഞു, ഇന്ന മുഹമ്മദൻ അബ്തർ, ഇതാ മുഹമ്മദിന് വേരറ്റിരിക്കുന്നു. ലാ ഇബ്ന ലഹു യഖൂമു മഖാമഹു ബഅദഹു, അവന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഈ സന്ദേശം ഏറ്റെടുത്ത് നടത്താൻ അവനൊരു സന്താനമില്ല, അവൻ വേരറ്റുപോയി. ഫൈദാ മാത ഇൻഖത ദിക്റഹു വസ്തറഹ്തും മിൻഹു, അതുകൊണ്ട് മുഹമ്മദിന്റെ പണി കഴിഞ്ഞാൽ തീർന്നു ഈ പ്രസ്ഥാനം എന്നവർ ആഹ്ലാദിക്കുകയുണ്ടായി. രണ്ടാമത്തെ മകൻ, രോഗബാധിതനായി കിടന്ന കൊച്ചുമകൻ, രാത്രിയിൽ മരണപ്പെടുമ്പോൾ കഠിന ദുഃഖം കൊണ്ട് പ്രയാസമനുഭവിച്ച പ്രവാചകൻ, സ്വന്തം അയൽപക്കത്ത് താമസിക്കുന്ന പിതൃവ്യനായ അബൂലഹബും അദ്ദേഹത്തിന്റെ ഭാര്യയും ആഘോഷപൂർവ്വം പ്രഭാതത്തിൽ തന്നെ ചെന്ന് ഖുറൈശികളുടെ സഭയിൽ എല്ലാവരോടും പറയുകയാണിതാ മുഹമ്മദ് വേരറ്റുപോയി, ബത്തിറ മുഹമ്മദുൻ അല്ലൈല, ഇതാ കഴിഞ്ഞ രാത്രിയിൽ മുഹമ്മദിന്റെ വേര് പിഴുതു പോയിരിക്കുന്നു, അതുകൊണ്ട് സന്തോഷിക്കുക സഖാക്കളെ എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലൂടെ പ്രവാചകനെ വേദനിപ്പിക്കുകയാണ്. ഒന്നോർത്തു നോക്കൂ, കരളിടുന്ന അനുഭവങ്ങളിലൂടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇസ്ലാമിക ദഅവത്തിനെ മുന്നോട്ട് കൊണ്ടുപോയി. ഏറ്റവും വിശിഷ്ടമായി, ഏറ്റവും സത്യസന്ധമായി, ഏറ്റവും വിശ്വസ്തമായി ഒരു ജനതയോട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അല്ല. 40 വയസ്സുവരെ അൽ അമീൻ എന്ന് അവരെ തന്നെ വിളിച്ച് അഭിനന്ദിച്ചിരുന്ന ഒരു മനുഷ്യൻ. പക്ഷേ ഈ സന്ദേശത്തിന്റെ വാഹകനായതോടുകൂടി എത്ര ക്രൂരമായി, എത്ര നിഷ്ഠുരമായിട്ടാണ് പ്രവാചകനോട് ആ സമുദായം പെരുമാറിയത് എന്ന് നമ്മൾ അറിയണം. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സത്യപ്രബോധനത്തിന്റെ പാതയിൽ പ്രതീക്ഷിക്കണം എന്നല്ലാഹു പഠിപ്പിക്കുകയാണ്. അയാൾ, ആ പ്രബോധകനായ മനുഷ്യൻ ഏറ്റവും വലിയ അൻസഹായിരിക്കുമ്പോൾ തന്നെ, ഏറ്റവും വലിയ ഗുണകാംക്ഷിയായിരിക്കുമ്പോൾ തന്നെ ഈ രീതിയിലുള്ള അനുഭവങ്ങൾ അയാൾക്കുണ്ടാകാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. അന അൻസഹലക്കും എന്ന് പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങളോട് ഏറ്റവും ഗുണകാംക്ഷ പുലർത്തുന്നവനാണ് ഞാൻ. നസഹ ഖൗമഹു ഹയ്യൻ വ മയ്യിത്തൻ എന്ന് പ്രവാചകൻ മുൻകാലത്ത് കടന്നുപോയ ഒരു പ്രബോധകനെ സംബന്ധിച്ച് പറഞ്ഞു. കാരണം അദ്ദേഹം സത്യത്തിന്റെ മാർഗത്തിലേക്ക് ജനതയെ വിളിച്ചപ്പോൾ ക്രൂരമായിട്ട് പെരുമാറുകയും കുടൽമാലകൾ പുറത്തു ചാടുമാർ അദ്ദേഹത്തെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു സമൂഹം. പക്ഷേ അദ്ദേഹത്തിന് സ്വർഗം കിട്ടിയപ്പോൾ ആ മനുഷ്യനപ്പോഴും എന്റെ ജനത ഇതറിഞ്ഞ് ഈ ദൈവിക സന്മാർഗത്തിലേക്ക് വന്നിരുന്നെങ്കിൽ എന്നാശിച്ചുപോയ കഥയെ സൂചിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ പറയുകയുണ്ടായി, നസഹ ഖൗമഹു ഹയ്യൻ വ മയ്യിത്തൻ, ആ മനുഷ്യൻ ജീവിച്ചപ്പോൾ മാത്രമല്ല മരിച്ചപ്പോഴും ആ ജനതയോട് ഗുണകാംക്ഷ പുലർത്തി എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, ആലോചിച്ചു നോക്കൂ, സത്യപ്രബോധനത്തിന്റെ മാർഗം ഇന്നും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ രൂപവും ഗൗരവവും ഒക്കെ കുറെ മാറിയിട്ടുണ്ടെങ്കിലും സത്യപ്രബോധകന്മാരാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത്. നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കൂ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിളിക്കുന്ന, വെളിച്ചത്തിലേക്ക് വിളിക്കുന്ന ഒരു സമൂഹം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. തെരുവോരത്ത് കിടക്കുന്ന ഒരു നായ്ക്കുട്ടി മരിച്ചാലത് പെട്ടിക്കോളത്തിൽ മാധ്യമങ്ങളിൽ വാർത്തയാകുമ്പോൾ ഒരുപക്ഷേ അള്ളാഹുവിന്റെ ദീനിന്റെ സന്മാർഗത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന പ്രബോധകന്മാർ
ഏറ്റവും വലിയ തമസ്കരണവും അവഗണനയും നേരിടുക മാത്രമല്ല, ഒരുപക്ഷേ അവരേറ്റവും വലിയ ഭീകരവാദികളായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഇന്നും നമ്മൾ കാണുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സന്ദർഭത്തിൽ പ്രവാചകനോട് കഠിനമായ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ശത്രുക്കൾ അത് ആഹ്ലാദമാക്കി മാറ്റുമ്പോൾ, ആഘോഷമാക്കി തീർക്കുമ്പോൾ അല്ലാഹു പ്രവാചകനെ വിളിച്ചു പറയുന്നു, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. എന്തിന് പ്രവാചകരെ താങ്കൾ ദുഃഖിക്കണം? എന്തിനാണ് താങ്കൾ വേദനിക്കുന്നത്? താങ്കൾക്കല്ലേ അല്ലാഹു കൗസർ സമ്മാനിച്ചിട്ടുള്ളത്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ അൽ കൗസർ എന്ന് പറഞ്ഞാൽ അൽ ഖൈറുൽ കസീർ, അല്ലാഹുവിന്റെ പ്രവാചകന് നൽകിയ അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയെ സംബന്ധിച്ചാണ് അല്ലാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രവാചകരെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ താങ്കൾക്ക് സിദ്ധമായി. നബുവത്ത് കിട്ടി, കിതാബ് കിട്ടി, ഹിക്മത്ത് നൽകി, ഇൽമ നൽകി, ശഫാഅത്ത് നൽകി, ഹൗദുൽ കൗസർ നൽകി, അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ വിജയങ്ങൾ നൽകി, സഹായങ്ങൾ നൽകി. എത്രയോ അനുഗ്രഹങ്ങളിലൂടെയാണ് താങ്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഈ അബൂജഹലുമാരുടെ പ്രവർത്തനം കൊണ്ട് താങ്കൾ ഇങ്ങനെ വിഷമിക്കുന്നത്? ഇതിനൊക്കെ പുറമേ താങ്കൾക്ക് ഏറ്റവും വിശിഷ്ടമായ സ്വഭാവത്തിന്റെ സംസ്കാരം നാം നൽകിയില്ലേ? അതല്ലേ ഏറ്റവും വലിയ കൗസർ എന്ന് പറയുന്നത്? ലോകചരിത്രം കണ്ട ഏറ്റവും നല്ല സ്വഭാവ ഘടനയുടെ ഉടമയായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകൻ. വിശദീകരിക്കേണ്ടതില്ലല്ലോ. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം എന്ന് വിശുദ്ധ ഖുർആൻ. താങ്കൾ ഏറ്റവും ഉദാത്തമായ സ്വഭാവത്തിന്റെ ഉടമയാകുന്നു. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും. ഏത് പ്രവാചകൻ? നിങ്ങളിൽ നിന്നൊരു പ്രവാചകനെ അല്ലാഹു നിങ്ങൾക്ക് നിയോഗിച്ചു തന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് വിഷമകരമായ കാര്യങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അസഹ്യമാകുന്നു. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യങ്ങളിൽ അങ്ങേയറ്റം തൽപരനാണ് അദ്ദേഹം. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വിശ്വാസികളോ ആകട്ടെ ഏറ്റവും ദയാലുവും കാരുണ്യവാനുമാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരു സ്വഭാവം അല്ലാഹുവിന്റെ പ്രവാചകന് നൽകി. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലൗ കുന്ത ഫല്ലൻ ഗലീലൽ ഖൽബി ലംഫല്ലൂ മിൻ ഹൗലിക്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, താങ്കൾ ഏറ്റവും സൗമ്യമധുരമായി ജനങ്ങളോട് പെരുമാറുന്നു. അല്ലാഹുവിന്റെ ഉദവി കൊണ്ടാണ്, അവന്റെ കരുണ കൊണ്ടാണ് എന്നല്ലാഹു സൂചിപ്പിച്ചു. പ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടവരൊക്കെ ഈ സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ പരിമളം അനുഭവിച്ചു എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. ഒന്ന് രണ്ട് നുറുങ്ങുകൾ മാത്രം സൂചിപ്പിക്കുന്നു. പ്രവാചകന്റെ ഭൃത്യനായി ജീവിച്ച അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, ഖദംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്റ സിനീൻ. 10 കൊല്ലം ഞാൻ നബിയുടെ ഖാദിമായിട്ട് പണിയെടുത്തു. 10 കൊല്ലം പ്രവാചകന്റെ സേവകനായിരുന്നു. ഫമാ ഖാല ലി ഉഫിൻ വലാ ലിമ സനഅത വലാ അല്ലാ സനഅത. റവാഹുൽ ബുഖാരി മുസ്ലിം. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, 10 കൊല്ലം പ്രവാചകന്റെ ഭൃത്യനായി ജോലി ചെയ്തിട്ട് ഒരിക്കൽ പോലും അനിഷ്ടത്തിന്റെ ഒരു പദം അദ്ദേഹം എന്നോട് പ്രയോഗിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അനസേ നീ എന്തേ ഇങ്ങനെ ചെയ്തത്? അനസേ നീ എന്തേ ഇങ്ങനെ ചെയ്യാതിരുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചെയ്യൽ പ്രവാചകനിൽ നിന്ന് ഇത്ര കാലത്തിനിടയ്ക്ക് എനിക്കുണ്ടായിട്ടില്ലെന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. പ്രവാചകന്റെ സ്വഭാവത്തെ വിശദീകരിച്ചുകൊണ്ട് ധാരാളം സംസാരിച്ചിട്ടുണ്ട് ആ മഹാനായ സഹാബി. എപ്പോഴും സ്നേഹപൂർവ്വം എന്നെ അനസേ എന്നല്ല ഉനൈസ എന്നാണ് വിളിക്കുക. വാത്സല്യത്തിന്റെ ഒരു ചേരുവ കൂടി ചേർത്തിട്ട് ഒരിക്കൽ നബി എന്നോട് പറഞ്ഞു ഒരു സ്ഥലത്തേക്ക് പോകാൻ. ഉടനെ പെട്ടെന്ന് വന്ന ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിനോട് എനിക്കൊന്നും പോകാൻ വയ്യ എന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാം. പക്ഷെ ഒരിക്കലും അല്ലാഹുവിന്റെ പ്രവാചകനെ ധിക്കരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. എന്റെ മനസ്സിൽ പോകണമെന്ന് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ പ്രവാചകൻ നിർദ്ദേശിച്ച ഇടത്തേക്ക് പോകുമ്പോൾ ചന്തയിൽ വെച്ച് പ്രവാചകൻ എന്നെ കണ്ടുമുട്ടി. അവിടെ 2 കുട്ടികൾ കളിക്കുന്നതിനിടയിൽ ഞാൻ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പിന്നാലെ വന്ന് എന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഉനൈസേ നീ ഞാൻ പറഞ്ഞിടത്തേക്ക് പോവുകയല്ലേ എന്ന്. ഇങ്ങനെയുള്ള ഒരു ബന്ധമായിരുന്നു പ്രവാചകന് സഹപ്രവർത്തകരോടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ പ്രവാചകന് സേവനം ചെയ്തവരോടുണ്ടായിരുന്നത് എന്ന് നമ്മൾ അറിയണം. ആലോചിച്ചു നോക്കൂ, എന്റെ കടയിൽ പണിക്ക് നിൽക്കുന്ന ഒരാൾ, എന്റെ കീഴുദ്യോഗസ്ഥനായ ഒരാൾ, എന്റെ കുടുംബത്തിൽപ്പെട്ടവർ, എന്റെ വിദ്യാർത്ഥികളിൽപ്പെട്ടവർ 10 കൊല്ലം ഇങ്ങനെ ഇടപഴകിയിട്ട് അനിഷ്ടത്തിന്റെ ഒരു വാക്ക്, പുച്ഛത്തിന്റെ ഒരു വാക്ക്, നിസാരീകരിക്കുന്നതിന്റെ ഒരു പദം എന്നിൽ നിന്ന് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്ന് നമ്മളെ സംബന്ധിച്ച് പറയാൻ കഴിയുമോ എന്ന് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സ്വഭാവത്തെ ചിത്രീകരിക്കുകയാണ്. എന്തുമാത്രം ഉദാരനായിരുന്നു അവിടുന്ന്.
ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നു. അയാൾ വന്നു നോക്കുമ്പോൾ പ്രവാചകന്റെ മുമ്പിൽ 2 കുന്നുകൾക്കിടയിൽ ഒരുപാട് ആടുകൾ ഇങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 കുന്നുകൾക്കിടയെ നിറയെ ആടുകൾ. ആ മനുഷ്യൻ, അപരിഷ്കൃതനായ ആ മനുഷ്യൻ, അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചു, മുഹമ്മദേ, ഇതിനെയൊക്കെ എനിക്ക് തരാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിസാരമട്ടിൽ പറഞ്ഞു, നീ എടുത്തോളൂ. ആ 2 കുന്നുകൾക്കിടയിലുള്ള ആടുകൾ മുഴുവനുമായിട്ട് അദ്ദേഹം പോവുകയാണ്. എന്നിട്ട് തന്റെ ഗോത്രത്തിൽ ചെന്ന് പറഞ്ഞു, ഫഅതാ ഖൗമഹു ഫഖാല അയ്യ ഖൗമിൻ നസ്ലിമു ഫവല്ലാഹി ഇന്ന മുഹമ്മദൻ ലയുതി അതാഅം മാ യഖാഫുൽ ഫഖർ. ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസ്. ആ മനുഷ്യൻ തന്റെ ഗോത്രക്കാരോട് പറഞ്ഞു, വസ്ലിമു, നിങ്ങളെല്ലാം ഇസ്ലാമായിക്കോളൂ, നിങ്ങളെല്ലാം മുഹമ്മദിന്റെ മതം സ്വീകരിച്ചോളൂ. ഫവല്ലാഹി ഇന്ന മുഹമ്മദൻ, അല്ലാഹുവാണ് സത്യം, ഈ മുഹമ്മദ് ലയുതി അതാഅൻ മാ യഖാഫുൽ ഫഖർ, ദാരിദ്ര്യം പേടിക്കാതെ ദാനം ചെയ്യുന്നവനാണ്. ദാനം 2 തരത്തിൽ ചെയ്യാം. ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് ചെയ്യാം, ദാരിദ്ര്യം പേടിക്കാതെയും ചെയ്യാം. ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് ഒരാൾ ദാനം ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാകും അതിലൊരു ലുബ്ധടങ്ങിയിട്ടുണ്ട്. മുഹമ്മദ് ദാനം ചെയ്യുന്നത് നാളെ ഇത് കൊടുത്താൽ ഇല്ലാതായി പോകുമല്ലോ എന്ന പേടിയോടുകൂടിയല്ല. അതുകൊണ്ട് കൂട്ടരെ, നിങ്ങളൊക്കെ മുഹമ്മദിന്റെ മതം സ്വീകരിച്ചോളൂ എന്ന് ആ മനുഷ്യൻ ചെന്ന് പറയുന്ന ഒരു സംഭവം. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ. ഒരു ദിവസം ഒരു ജൂത പുരോഹിതൻ വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പ്രവാചകൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഏതാനും ദീനാർ ചോദിച്ചു. റസൂല് പറഞ്ഞു, ഇപ്പൊ എടുക്കാനില്ലല്ലോ, വായ്പ വാങ്ങിയതാണ്, പക്ഷേ ഇപ്പോൾ എടുക്കാനില്ല എന്റെ കയ്യിൽ എന്ന് പറഞ്ഞു. ജൂതൻ പറഞ്ഞു, കിട്ടിയാലേ ഞാൻ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ പിടിച്ചവിടെ ഇരുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ ജൂതന്റെ കൂടെ ഇരിക്കുന്നു. ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, فجلس معه فصلى رسول الله صلى الله عليه وسلم الظهر والعصر والمغرب والعشاء الآخرة والغداة. ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ഇരുന്നു നബി. കാരണം വായ്പ മേടിച്ചതാണല്ലോ, അത് ചോദിച്ചപ്പോൾ കൊടുക്കാനില്ല. ഇദ്ദേഹം തടഞ്ഞു വെച്ചിരിക്കുന്നു. പ്രവാചകൻ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നു. ളുഹറിന്റെ സമയമായി, നബി എണീറ്റ് നിസ്കരിച്ചു. അസറിന്റെ സമയമായി, നബി നിസ്കരിച്ചു. മഗ്രിബും ഇശാവും പിറ്റേന്നത്തെ സുബഹിയുമായി. നമ്മൾ ആലോചിച്ചു നോക്കൂ, സഹാബിമാർക്ക് സഹിച്ചില്ല. വകാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഹദ്ദൂനഹു വയതവഅദൂനഹു. സഹാബിമാരിങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യേണ്ടത്. അവരാ ജൂതനെ വിളിച്ച് രഹസ്യമായിട്ട് താക്കീത് ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇത് മനസ്സിലായപ്പോൾ പ്രവാചകൻ അവരെ വിളിച്ചു ചോദിച്ചു, എന്താ കാര്യം? സഹാബിമാര് പറഞ്ഞു, ഫഖാലു യാ റസൂലല്ലാഹ് യഹൂദിയൻ യഹ്ബിസുക, യഹൂദിയൻ യഹ്ബിസുക. ഇതാ ഒരു ജൂതൻ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലെ താങ്കളെ ബന്ദിയാക്കിയിരിക്കുകയാണല്ലോ, ഇത് ഞങ്ങൾ എങ്ങനെയാണ് സഹിക്കുക? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു, മനഅനി റബ്ബി അൻ അലീമ മുആഹിദൻ വഗൈറഹു. ഒരു കടമിടപാട് അങ്ങനെയുള്ള ഒരാള്, അല്ലെങ്കിൽ ഉടമ്പടിയിൽ ഏർപ്പെട്ട ഒരാള്, അയാളോട് അനീതി ചെയ്യാതിരിക്കാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അണുവളവ് പോലും അയാളോട് ദുൽമ ചെയ്യുന്നതിൽ നിന്ന് എന്റെ രക്ഷിതാവ് എന്നെ തടഞ്ഞിരിക്കുകയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. ഫലമ്മാ തറഹലൻ നഹാർ, അങ്ങനെ പകലായപ്പോൾ ഖാലൽ യഹൂദിയു, ഈ ജൂതപുരോഹിതൻ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനാണ് താങ്കൾ എന്നെനിക്ക് ബോധ്യമായി എന്ന് പിറ്റേന്ന് ആ മനുഷ്യൻ പറയുന്നു. വശത്റുനാലി ഫീ സബീലില്ലാഹ്, ഇതാ അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്റെ ധനത്തിന്റെ പാതി ഞാൻ സമർപ്പിക്കുന്നു. അമാ വല്ലാഹി മാ ഫഅൽതു കുല്ലല്ലദീ ഫഅൽതു ബിക ഇല്ലാ ലിഅൻദുറ ഇലാ നിഅതിക ഫിത് തൗറാത്ത്. തൗറാത്തിൽ പ്രവാചകനെ സംബന്ധിച്ച് പറഞ്ഞ ലക്ഷണങ്ങൾ, താങ്കളെക്കുറിച്ച് കുറെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ തൗറാത്തിൽ പറഞ്ഞ ലക്ഷണങ്ങൾ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ ഞാനൊരു പരീക്ഷണം നടത്തുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ജൂതനെ നമ്മൾ ചരിത്രത്തിൽ കാണുകയാണ്. ഈ സഹനം, ഈ വിവേകം, ഈ ഗുണകാംക്ഷ, ഈ വിട്ടുവീഴ്ച, ഈ കാരുണ്യത്തിന്റെ മനസ്സ്, ഈ സഹാനുഭൂതി, ഈ വിശാലത, ഇതാണ് പ്രവാചകന്റെ ഉസ്വത്ത് എന്ന് പറയുന്നത്. ഇതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടല്ല പറഞ്ഞു, ഇന്ന അഅ്തൈനാകൽ കൗസർ. എന്തിന് പ്രവാചകരെ താങ്കൾ വിഷമിക്കണം? താങ്കൾക്കല്ലേ ഏറ്റവും വിശിഷ്ടമായ ഈ സ്വഭാവഘടനയുടെ സംസ്കാരം നൽകി അല്ലാഹുവിനെ അനുഗ്രഹിച്ചത്. നുബുവത്ത് തന്നു, ഹിക്മത്ത് നൽകി, കിതാബ് നൽകി, ഇൽമ നൽകി, പരലോകത്തെ ശഫാഅത്ത് നൽകി, ഹൗദുൽ കൗസർ നൽകി.
എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നു. അതുകൊണ്ട് താങ്കൾ വിഷമിക്കേണ്ടതില്ല. ഫസല്ലി റബ്ബിക വൻഹർ, അതുകൊണ്ട് രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കൂ, ആ രക്ഷിതാവിന് വേണ്ടി ബലിയിറക്കൂ. ഇപ്പോൾ താങ്കളെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, ഇസ്ലാമിന്റെ പ്രതിയോഗികളുണ്ടല്ലോ, താങ്കൾ മരണപ്പെടുമ്പോൾ ഈ പ്രസ്ഥാനം തകരുമെന്ന് പ്രത്യാശിക്കുന്നവരുണ്ടല്ലോ, ഈ ആസിബിൽ വായിലുമാർ, അതുപോലെ തന്നെ അബൂജഹലുമാർ, അബൂലഹബുമാർ, ഉത്തമമാരും ഷീബമാരും, ഇതാ ഇവരാണ് ചരിത്രത്തിൽ നാമാവശേഷമാകാൻ പോകുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ ഈ പ്രവചനം വളരെ കൃത്യമായി നമുക്കറിയാമല്ലോ, ചരിത്രത്തിൽ പുലർന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ സന്മാർഗ ദർശനത്തിലേക്ക് ക്ഷണിച്ചതിന് ഉത്തരം നൽകി. ലോകത്തിന്റെ നാനാദിക്കുകളിൽ ഇസ്ലാം വിജയം കൊയ്തു. വിശദീകരിക്കേണ്ടതില്ല, നേരത്തെ പറഞ്ഞ ആളുകളുടെ പിൻഗാമികളെ ലോകത്തെന്ന് കാണാനില്ല. അബൂജഹലുമാരെ ലോകം അനുസ്മരിക്കുന്നുവെങ്കിൽ തിന്മയുടെ അധർമ്മത്തിന്റെ പ്രതീകങ്ങളായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതേസമയം പ്രവാചകന് ആത്മീയ സന്താനങ്ങൾ, ആൺകുട്ടികൾ പ്രവാചകന് ജീവിച്ചിരിപ്പില്ല. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അഹ്ല് എന്ന് പറയുന്നത്, പ്രവാചകന്റെ കുടുംബം എന്ന് പറയുന്നത്, ഈ ആദർശത്തിന്റെ സന്മാർഗം സ്വീകരിക്കുകയും അത് പിന്തുടരുകയും ലോകാവസാനം വരെ ആ സന്മാർഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കോടിക്കണക്കായ മനുഷ്യർ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആത്മീയ സന്താനങ്ങളായി വളർന്നു വന്നു. ഈ ദൈവിക സന്മാർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവർ ഏറ്റവും വലിയ പ്രതിസന്ധികളെ, വ്യക്തിപരമായ വേദനകളെ, വിഷമങ്ങളെ അനുഭവിക്കുന്നുവെങ്കിലും നാളെ പുലരാനുള്ളത് അവർക്ക് വേണ്ടിയാണ്. ഇത് പുലരാനുള്ള, സാക്ഷാത്കരിക്കപ്പെടാനുള്ള സത്യമാണ്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ആർക്കൊക്കെ എത്രയൊക്കെ അരോചകമായിരുന്നാലും ഈ സന്മാർഗത്തിന്റെ പ്രകാശത്തെ പൂർത്തീകരിച്ചുകൊണ്ട് അള്ളാഹു ഈ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യാശ പകരുന്നു. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.